ഡോക്ടർ ലിസി ഷാജഹാൻ, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നിങ്ങളൊക്കെ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾക്ക് പോലും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ മനഃശാസ്ത്രപരമായ മേഖലകളിലൊക്കെ പരിശീലനം കൊടുക്കുന്ന ആളുകളാണ്. ഇപ്പോൾ നോക്കൂ, സുംബ നൃത്തം എന്നത് വിളിക്കുന്നുണ്ടെങ്കിലും അതൊരു വ്യായാമ മുറയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു മനഃശാസ്ത്ര ടൂളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഈ ഘട്ടത്തിൽ ഇങ്ങനെ അവതരിപ്പിച്ചതിനെയാണ് ഇപ്പോൾ മുഹമ്മദ് ഷമീലിനെ പോലുള്ളവർ പറയുന്നത്. ചില മതസംഘടനകളിൽപ്പെട്ട ആളുകളും മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അവരും പറയുന്നത് ലഹരിക്ക് സൂംബ കൊണ്ട് എങ്ങനെയാണ് ഒരു ഉത്തരം ഉണ്ടാക്കാനാകുക, ഇതിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ, ഗവേഷണം ഫലമുണ്ടോ, അതിന് ഈ DJ പാർട്ടികളും നൈറ്റ് ലൈഫ് കൾച്ചറും ഒക്കെ കൊണ്ടുവരുന്നത് പോലെയാണ് ഇത്തരൊരു ഡാൻസാണ്, ആ കൾച്ചറാണ് കൊണ്ടുവരുന്നതെങ്കിൽ കുട്ടികൾക്ക് ലഹരി ഉപയോഗിക്കാൻ മനസ്സ് തോന്നും എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്താണ് മറുപടി? പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ സൂംബ സ്കൂളുകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്തതിനെ തീർച്ചയായിട്ടും ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക്, എസ്പെഷ്യലി നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവും ഭൗതികവും ആത്മീയവും സാമൂഹികവുമായ മെച്ചപ്പെടലാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് എത്രമാത്രം ആരോഗ്യപരമായ ശരീരം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സും ഉള്ളതെന്ന് നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഫിസിയോളജി ചേഞ്ച് ചെയ്യുമ്പോൾ സൈക്കോളജി ചേഞ്ച് ആവും, നമ്മുടെ മനസ്സിൽ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പുറകെ കുട്ടികൾ പോകുന്നു. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ അല്ലെങ്കിൽ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനിൽ പോകുന്നില്ല, ഇമ്മീഡിയറ്റ് പ്ലഷർ വേണം, അല്ലെങ്കിൽ ഡോപ്പമൈൻ ഹണ്ട് വേണം. അതിന് വേണ്ടിയിട്ടാണ് ആളുകൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ മയക്കുമരുന്ന്, MDMA പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികൾ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇവിടെ കുട്ടികൾ അല്ലെങ്കിൽ ആരായിരുന്നാലും ശാരീരികമായി നിങ്ങൾക്കൊരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ആദ്യം ബ്രെയിനിന്റെ കെമിസ്ട്രിയാണ് മാറുന്നത്. അപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഡോപ്പമൈനും എൻഡോർഫിനും സെറട്ടോണിനും ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഇൻസ്റ്റന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ബോഡി അനങ്ങുമ്പോൾ തന്നെ ഉണ്ടാകുന്നതാണ്. ഈ സമയത്ത് കുട്ടികളാണ് അത് ചെയ്യുന്നതെങ്കിൽ അവർക്ക് മോട്ടിവേഷൻ ആകും, മൂഡ് എലിവേറ്റ് ചെയ്യും, അവർക്ക് ഇമോഷണൽ റെസീലിയൻസ് ഉണ്ടാകും. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ സ്ട്രെസ് മാത്രമല്ല, അവരെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു മൈൻഡായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഡോപ്പമൈൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇതിലിവിടെ ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ പറയുന്ന വിമർശിക്കുന്നവർ അത് കാണുന്നില്ല? രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ കുട്ടികൾ, നിങ്ങൾ രക്ഷിതാക്കളും അധ്യാപകരും പൊതുസമൂഹവും ഞാനടക്കമുള്ള മനഃശാസ്ത്രജ്ഞരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഇന്നത്തെ കുട്ടികളുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ഫുഡ് ഹാബിറ്റ്, അവരുടെ അഡിക്ഷൻ, അല്ലെങ്കിൽ ഇപ്പം സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്ന രീതി, ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ടൈമിങ്, ഇതെല്ലാം നമ്മൾ പല സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കുട്ടികളുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്, ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച് ഒരു കുട്ടിയും ഉറങ്ങുന്നില്ല, ലേറ്റായിട്ട് ഉറങ്ങുന്നു, ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നു. സൂംബ പോലെയുള്ള ഒരു സംഭവം, ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യും. അതുകൊണ്ട് കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മെമ്മറി ഇഷ്യൂസ്. പഠിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മറന്നു പോകുന്നു. ഇപ്പം സാറ് സൂചിപ്പിച്ച പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി സ്കൂളുകൾ ടീച്ചേഴ്സിനും അതേപോലെ രക്ഷിതാക്കൾക്ക് സ്റ്റുഡൻസിനും ട്രെയിനിങ് കൊടുത്തിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാണ്, പല കുട്ടികളും ക്ലാസ്സിൽ വന്നിരുന്ന് ഉറങ്ങുന്ന കാണാം. ഒബിസിറ്റി ഒരു പ്രശ്നമല്ലേ? അതുപോലെ ടീനേജേഴ്സിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ടീനേജേഴ്സിന്റെ ഇഷ്യൂസ്, അഡോളസൻസ് പ്രോബ്ലംസ്, ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ PCOD പോലെയുള്ള പ്രോബ്ലം വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു എനർജി, അതായത് നമുക്കൊരു ഇതിനെയൊക്കെ തിരിച്ച് കൊണ്ടുവരാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി, ലഹരി ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ലഹരിയെക്കുറിച്ചുള്ള ചിന്ത ഇല്ലാതാക്കാനും അതിനേക്കാൾ കൂടുതൽ ഇത് ലഹരിയിലേക്ക് താല്പര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നാണ് നേരത്തെ ഷമീൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അതെങ്ങനെ കാണും? അല്ല, ഒരിക്കലുമല്ല. അത് തെറ്റായ ഒരു ധാരണയാണ്. അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന രീതി ശരിയാക്കി മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് പല പഠനങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഈ ഒരു തരത്തിലേക്ക് ഇതിനകത്ത് വീണ്ടും ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, കുട്ടികളുടെ ഈ ഒരു സന്തോഷത്തോടു കൂടിയാണ് അവർ ചെയ്യുന്നത്. ജോയുടെ ഒരു എലമെന്റ് ഉണ്ട്. കുട്ടികളെ നമ്മൾ എപ്പോഴും രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും പഠിക്കുക എന്നുള്ളൊരു പ്രഷർ കൊടുക്കുന്നുണ്ട്. ഈ പാരന്റൽ എക്സ്പെക്ടേഷൻ വളരെ വലുതാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാത്ത ഒരു കുട്ടിയെ പിതാവിനാൽ മർദ്ദിക്കപ്പെട്ടു. അതിൻ്റെ എൻഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്.
പാരന്റിലെ എക്സ്പെക്ടേഷന്റെ സ്ട്രെസ് ഉണ്ട് കുട്ടിക്ക്. അതുപോലെ കുട്ടികൾ പിയർ പ്രഷർ ഉണ്ട്, പിയർ ഇൻഫ്ലുവൻസ് ഉണ്ട്, ബോഡി ഷെയ്മിങ് ഉണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നിടത്താണ് നമ്മൾ ഇതുപോലെ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കുട്ടിക്കുണ്ടാകുന്ന ഒരു കറേജ്, ഒരു സെൽഫ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ വലുതല്ലേ. ഈ ഇങ്ങനെ ഒരു ഫ്രീഡമാണ് കുട്ടിക്ക് കിട്ടുന്നത്. കാരണം അത് ഇതിനകത്ത് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഇന്റൻഷൻ, കറക്റ്റ് ഇന്റൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ശാരീരികമായ മെച്ചപ്പെടലിന്, മാനസികവും ഭൗതികവുമായ മെച്ചപ്പെടലിനെ സഹായിക്കുമെന്നുള്ള ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചർച്ചയുടെ ആവശ്യം പോലും ഇവിടെ ഇല്ല. ഈ ഒരു അവസരത്തിൽ കുട്ടി ഇത് മാത്രമല്ല, മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഞാൻ ഈ സൂംബയുടെ എന്തിന് സൂംബ നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള 2 പോയിന്റ് കൂടെ ഒന്ന് പറയാം. നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. ഈ മൈൻഡ്ഫുൾനെസ് വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് 3 സെൻസ് ഓർഗനും അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഈ സൂംബ എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് സ്റ്റൈൽ, ഒരു മോഡൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ 3 അവർക്ക് ബോഡി പോസ്റ്റർ നോക്കണം, അവര് റിതം നോക്കണം, അതുപോലെ തന്നെ മ്യൂസിക്കിനൊത്ത് അവർ മൂവ് ചെയ്യണം. ഇവിടെ ഒരു മൈൻഡ്ഫുൾനെസ്, ഒരു അലൈൻമെന്റ് വരുന്നുണ്ട്. ഇത് കുട്ടിയുടെ ഫോക്കസിനെയും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയെയും ഇമ്പ്രൂവ് ചെയ്യും. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാത്തിനും ഉപരി എനിക്കറിയാം, എല്ലാ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും പറയുന്ന ഒരു വാക്കാണ് ലൈഫ് സ്കിൽസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ ലൈഫ് സ്കിൽസ് നമ്മൾ പഠിക്കണമെങ്കിൽ ഇതുപോലെ പാഠ്യേതര, എസ്പെഷ്യലി സ്പോർട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ ഇൻവോൾവ് ചെയ്താൽ മാത്രമേ കുട്ടി ജീവിതം പഠിക്കുകയുള്ളൂ. തോൽക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഓടാൻ പഠിക്കുകയുള്ളൂ. അതുപോലെ കുട്ടി ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പഠിക്കുകയുള്ളൂ, അവനവനെ കുറിച്ചുള്ള ബോധം പഠിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എതിർക്കുന്നതിന് മുൻപ് ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്, ഇതുകൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന നേട്ടം എന്താണെന്ന് ആത്യന്തികമായി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് ശരി, ഞാൻ വരാം ഡോക്ടർ ലിസി ഷാജഹാൻ.